വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കണ്ടേ? ശരിയാണോ അത്? കാണാത്തോണ്ടാ. ആ, കാണാത്തോണ്ടാ പറയണ്ടേ? ഇനി മറക്കോ? ചേച്ചി എന്താ ചേച്ചി പാട്? അത് ഒന്നുമില്ല, ഞാൻ അറിയാവുന്ന തെന്നി വീണതാ. ഇതൊന്നും കാര്യാക്കണ്ട. നീ നല്ല പരിപാടി കാണിച്ചേ. നിന്നെ അത് കൂട്ടുകാരൻ പുറത്ത് വന്നു പറഞ്ഞിട്ട് കുപ്പിന്ന് കൊണ്ടില്ലേ? കുപ്പിയൊന്നും കൊണ്ടുവന്നില്ല. അവൻ വന്നപ്പോൾ നല്ല ഫോർ സിഗ് കൊണ്ടുവന്നുണ്ട്. അവൻ വന്നപ്പോഴേ ഇതിൽ കൂടി ഒരു സാധനം വന്നിട്ടുണ്ട്. എന്ത് അത്? പിന്നെ അതിനോട് തെന്നി വീണ് കിടപ്പുണ്ട്. ഇന്ന് എല്ലാവരും തെന്നി വീഴ്ചല്ലേ. പിന്നെ എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ഇതുപോലെ ഇപ്പൊ ഇതുപോലുള്ള ഒരുപാട് റീൽസ് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ വളരെ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും ഇവർ ഈ റീൽസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ റീൽസ് ഒക്കെ സ്ത്രീകളെ കൂടുതൽ ദുർബലരായി പ്രസന്റ് ചെയ്യാനേ ഉപകരിക്കും. ഇങ്ങനെയുള്ള എല്ലാ റീൽസിന്റെയും ടെംപ്ലേറ്റ് ഇങ്ങനെയാണ്: ഹസ്ബൻഡിന്റെ വീട്ടിൽ സ്ത്രീ അബ്യൂസ് ചെയ്യപ്പെടുന്നു, അവൾക്ക് പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ അവളുടെ സഹോദരൻ അൺഎക്സ്പെക്ടഡ് ആയി അങ്ങോട്ടേക്ക് വരുന്നു. സഹോദരിയെ ഉപദ്രവിച്ച ഹസ്ബൻഡിനെ മാസായി ശരിയാക്കുന്നു, പിന്നെ തിരിച്ചു പോകുന്നു. സഹോദരന് മാസ് ഹീറോ കളിക്കാൻ പറ്റി എന്നതിലപ്പുറം ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടായോ? റിയൽ ലൈഫിൽ സത്യത്തിൽ ഇങ്ങനെ ചെയ്താൽ ആ ഹസ്ബൻഡ് വൈഫിനെ കൂടുതൽ ഉപദ്രവിക്കാനാണ് സാധ്യത. അവൻ അവന്റെ സഹോദരിയെ വീട്ടിൽ കൊണ്ടുപോവുകയോ ഇൻഡിപെൻഡന്റ് ആകാനുള്ള സപ്പോർട്ട് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാകുന്നതായിരിക്കില്ലല്ലോ. പിന്നെ ആ പെണ്ണ് അങ്ങനെ അടികൊണ്ടിട്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് സ്വന്തം വീട്ടുകാരുടെ കാര്യത്തിലും അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നല്ലേ അത് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള റീൽസ് കുറെ പഴയ സിനിമകളുടെ അതേ ടെംപ്ലേറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. നായിക റേപ്പ് ചെയ്യപ്പെടുന്നു, നായകൻ അതിന് പ്രതികാരം ചെയ്യുന്നു. മാസായി നായകന് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു പ്ലോട്ട് ടൂൾ മാത്രമാണ് നായിക നേരിടുന്ന പീഡനം. 2026 ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു ടെംപ്ലേറ്റ് മാറ്റിപ്പിടിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ കമന്റ് ബോക്സിലെ ആഘോഷവും പ്രോത്സാഹനവും കാരണം ഇതേ ടൈപ്പ് റീൽസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും.